അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലിയോ 14 മാർപ്പാപ്പയുടെ പുതിയ അപ്പസ്തോലിക ലേഖനം പ്രസിദ്ധീകരിച്ചു. ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക. മാർപ്പാപ്പ. നൈജീരിയയിൽ ക്രൈസ്തവ പീഡനം രൂക്ഷമാകുന്നു. ഭൂതോച്ചാരണത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി തിയേറ്ററുകളിൽ. ജപമാല ചൊല്ലുന്ന നായയുടെ വീഡിയോ വൈറൽ. വാർത്തകൾ വിശദമായി. മാർപ്പാപ്പയുടെ പുതിയ അപ്പസ്തോലിക ലേഖനം പ്രസിദ്ധീകരിച്ചു. ലിയോ 14 പാപ്പയുടെ അപ്പസ്തോലിക ലേഖനം പുറത്തിറങ്ങി. ഡിസഞ്ഞാരെ നോവെ മാപ്പെ ദി സ്പെരൻസ എന്നാണ് പേര്. പ്രത്യാശയുടെ പുതിയ ഭൂപടങ്ങൾ പരികൽപ്പന ചെയ്യുക എന്നാണ് ഈ വാക്കിനർത്ഥം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപാദ്യം. ലിയോ 14 പാപ്പയുടെ ആദ്യ അപ്പസ്തോലിക പ്രബോധനം ഒക്ടോബർ 9 പുറത്തിറങ്ങിയത്. ദിലേക്സി തേ എന്നാണ് പേര്. ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക. മാർപ്പാപ്പ. ജീവിതത്തിൽ പ്രധാനമായുള്ള കാര്യങ്ങൾ നമ്മിൽ നിന്നല്ല മറിച്ച് മറ്റുള്ളവരിൽ നിന്നുമാണ് നാം പഠിക്കേണ്ടതെന്നും അത് നമുക്ക് കൃപയുടെ അനുഭവം പ്രദാനം ചെയ്യുന്നുവെന്നും ലിയോ 14 പാപ്പ. വിദ്യാഭ്യാസ മേഖലയിലുള്ളവരുടെ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പൊന്തിഫിക്കൽ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നത് യാത്രയിലാണ്. ജൂബിലി വർഷത്തെ തീർത്ഥാടനം ജീവിതത്തിന്റെ അർത്ഥം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സ്വാർത്ഥ കാഴ്ചപ്പാടിന്റെ തടവുകാരായി നാം തുടരരുത്, പാപ്പ പറഞ്ഞു. നൈജീരിയയിൽ ക്രൈസ്തവ പീഡനം രൂക്ഷമാകുന്നു. നൈജീരിയയിൽ ക്രൈസ്തവ പീഡനം രൂക്ഷമാകുന്നു. കഴിഞ്ഞ 2.5 മാസത്തിനിടയിൽ 100-ലധികം ക്രൈസ്തവരാണ് നൈജീരിയയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 100-ലധികം ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോയിട്ടുമുണ്ട്. ക്രൈസ്തവരെ സംഘടിതമായി വേട്ടയാടുകയാണെന്നും ക്രൈസ്തവരുടെ നില ആശങ്ക ഉണർത്തുന്നുവെന്നും ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ ഒക്ടോബർ 1 അറിയിച്ചിരുന്നു. ബോക്കോ ഹാരം, IS തുടങ്ങിയ തീവ്രവാദ സംഘടനകളാണ് നൈജീരിയയിലെ ക്രൈസ്തവരുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുന്നത്. ക്രൈസ്തവ വംശഹത്യയാണ് ഇവിടെ നടക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ കൊലപാതക പരമ്പരയ്ക്ക് ഇനിയും അവസാനമായിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ സംഭവങ്ങളും തെളിയിക്കുന്നത്. ഭൂതോച്ചാരണത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി തിയേറ്ററുകളിൽ. തിന്മയുടെ മേൽ വിജയം അഥവാ ട്രയംഫ് ഓവർ ഈവിൾ എന്ന ഡോക്യുമെന്ററി തിയേറ്ററുകളിലെത്തി. വത്തിക്കാന്റെ അംഗീകാരത്തോടെയാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ഭൂതോച്ചാടകരുടെ കൂട്ടായ്മയായ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് എക്സോസിസ്റ്റ് ഇതുമായി സഹകരിച്ചിട്ടുണ്ട്. ഭൂതോച്ചാരണം എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പ്രേക്ഷകർക്ക് നൽകുകയാണ് ഡോക്യുമെന്ററിയുടെ ലക്ഷ്യം. പിശാച് ഒരു സത്യമാണെന്നും താൻ ഇല്ല എന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചതാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രമെന്നും ഭൂതോച്ചാരണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും സംവിധായകൻ ജിയോവനി സിബർന പറഞ്ഞു. ഇനി രസകരമായ ഒരു വാർത്തയിലേക്ക്. ഓണർ കൊന്ത ചെല്ലുമ്പോൾ കൂടെ പ്രാർത്ഥിക്കാനെത്തുന്ന നായയെക്കുറിച്ചാണ് ഈ വാർത്ത. സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരിക്കുകയാണ് ഈ വീഡിയോ. ടിക്ടോക്ക് അക്കൗണ്ട് @lorenam71 നിന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓണർ കൊന്ത ചൊല്ലാൻ വിളിക്കുമ്പോൾ നായ ഓടി വരികയും ഉടമസ്ഥയുടെ അരികിൽ ചെന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി കൈനീട്ടുന്നതും വീഡിയോയിൽ കാണാം. ബ്രൂണോ എന്നാണ് നായയുടെ പേര്. 3.9 മില്യൺ ആളുകളാണ് വീഡിയോ കണ്ടിരിക്കുന്നത്. 8,40,000 ലൈക്കും ലഭിച്ചിട്ടുണ്ട്. കാത്തലിക് അപ്ഡേറ്റ്സുമായി ഇനി അടുത്ത ചൊവ്വാഴ്ച കാണാം. നന്ദി.